തുടക്കത്തിൽ തന്നെ പവർഫുള്ളായ പവർ ടീം. അങ്ങനെ ബിഗ് ബോസിൻ്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി പവർ ടീം അധികാരത്തിൽ കയറിയിരിക്കുകയാണ്. ഈ വീക്കിലെ ക്യാപ്റ്റനായ സിജോ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൈമാറിയിരിക്കുകയാണ്. പിന്നെ റോക്കിയും അപ്സരയും തമ്മിലുള്ള മുട്ടാൻ വാക്ക് തർക്കം എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പവർ ടീം അങ്ങനെ കുറേ റൂൾസ് ഈ ആഴ്ചത്തെ കൊണ്ടുവരികയാണ്. ശരിക്കും പവർഫുള്ളായ തീരുമാനങ്ങളുമായി പവർ ടീം അങ്ങനെ അധികാരത്തിൽ നിന്ന് ജിൻഡോയും റസ്മിനും മാത്രമാണ് പവർ ടീമിലുള്ളത്. കാര്യം വേറെ പവറാണ് വലുത്, ആൾബലമല്ല. അതുകൊണ്ട് തന്നെ ജിൻഡോയും റസ്മിനും മാത്രമാണ് പവർ ടീമിലുള്ളത്. പിന്നെ സിജോയും കൂടി അടങ്ങുന്ന അങ്ങനെ 3 പേര്. ആദ്യം തന്നെ ജിൻഡോയും റസ്മിനും കുറേ റൂൾസ് പറയുന്നുണ്ട്. ഒന്ന്, 3 ദിവസം ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. രണ്ടാമത്തത്, ഡാൻസ് കളിക്കണം. രാവിലെ ഇരുന്ന മോർണിംഗ് പാട്ടിൽ എല്ലാവരും ഡാൻസ് കളിക്കണം. അതുകൊണ്ട് പാട്ടിടുന്നതിന് തൊട്ട് കുറച്ച് മുന്നേ ആയിട്ട് ഞങ്ങൾ എല്ലാവരെയും വിളിക്കും, എഴുന്നേൽക്കണം, എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത്, ലൈറ്റ് ഓഫ് ആക്കി, രാത്രി ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങണം. ഒരു അരമണിക്കൂർ അതിനുള്ളിൽ ആ ഒരു സമയം തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങണം. എന്ന് വെച്ചാൽ ബെഡിൽ കിടന്ന് ഉറങ്ങിക്കോണം. അവിടെ എവിടെയും പോയി സംസാരിച്ച് കോർണറിലൊന്നും പോയിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. 3, പവർ ടീം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ലാസ്റ്റ് പറയാം. രാവിലെ തന്നെ ഒരു വാക്ക് തർക്കം ഉണ്ടാവാൻ കാരണം അപ്സരയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സിജോയാണ് ക്യാപ്റ്റൻ അതോ ഞാനാണ് ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ അവർ ഫുഡ് രാവിലെ ഉണ്ടാക്കുന്നത് കുറച്ച് ലേറ്റായി. അപ്പോൾ റോക്കി വന്നിട്ട് അപ്സരയോട് ക്യാപ്റ്റനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ, പഴയ ഫുഡ് ചൂടാക്കി കൊടുത്തു, കോഫി കറക്റ്റ് ടൈമിൽ കിട്ടിയില്ല എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ വന്നു. ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ട്. റോക്കിയെ റാസ്കൽ എന്ന് അപ്സര വിളിച്ചു. അതുകൊണ്ട് റോക്കി പറഞ്ഞ് തന്നെ ആ റാസ്കലിനെ വിളിച്ചതിന് മാപ്പ് പറയണം അപ്സര എന്നാണ് റോക്കിയുടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്സര പറയുന്നത്, തൻ്റെ ഭർത്താവിനെ പറഞ്ഞതിന് മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ തിരികെ മാപ്പ് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ രാവിലെ കിച്ചൺ ടീമുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ഫുഡിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കാം സിജോ ഒരു മുട്ടം പണിയാണ് റോക്കിക്ക് കൊടുത്തേക്കുന്നത്. കിച്ചൺ ടീം റോക്കിയുടെ ടീമായ ഡെന്നിന് കൊടുത്തു, ക്യാപ്റ്റൻ റോക്കിയെയും ആക്കി. കഴിഞ്ഞ വീക്കിലെ പവർ ടീമായവർ ഈ പ്രാവശ്യം ടണൽ ടീമാണ് ആയിരിക്കുന്നത്. അപ്പം അവരെ ഫ്ലോർ ക്ലീനിങ് ഏൽപ്പിച്ചു. നെക്സ്റ്റ് ടീമിനെ ബാത്റൂം ക്ലീനിങ് ഏൽപ്പിച്ചു. പിന്നെ അവരവർ കഴിക്കുന്ന പ്ലേറ്റും ഗ്ലാസും അവരവർ തന്നെ കഴുകി വെക്കണം എന്നൊരു റൂൾസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്രയും അവരവർ കഴിക്കുന്ന പ്ലേറ്റും ഗ്ലാസും കഴുകിയ അത്രയും ഒരു ജോലിഭാരം മറ്റുള്ളവർക്ക് കുറയുകയും ചെയ്യുക. അതിനൊരു വലിയൊരു തെറ്റ് പറയേണ്ട കാര്യം ഇല്ല. അങ്ങനെ തുടക്കത്തിൽ തന്നെ അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങി പവർ ടീം അങ്ങനെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. കുറേ റൂൾസും തന്നിട്ടുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെയൊക്കെ പാലിക്കും, എങ്ങനെയൊക്കെ ആകും എന്നൊന്നും അറിയത്തില്ല. ഏതായാലും അപ്സര ഒരു റോക്കിയായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഏതായാലും അറം പറ്റിയ പോലെ ആയിപ്പോയി. സിജോയായിട്ടുള്ള ഇഷ്യൂ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളും അപ്ഡേഷനും ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരും. റോക്കി നിൽക്കുമോ, റോക്കി പോവുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ.